ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാത്തമാറ്റിക്സ് ക്ലിനിക്കിലേക്ക് സ്വാഗതം. ഇന്ന് PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണല്ലോ. എന്നാൽ വേണ്ടത്ര പരിശീലനമില്ലാതെയാണ് മിക്കവരും PSC എക്സാം അറ്റൻഡ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ്. ഇത്തരമൊരവസ്ഥയിൽ മാത്തമാറ്റിക്സ് എങ്ങനെ പേടി കൂടാതെ വളരെ ഈസിയായി എക്സാമിന് അറ്റൻഡ് ചെയ്യാം എന്ന ഒരു രീതിയിലുള്ള ക്ലാസ്സാണ് ഞാനിവിടെ ചെയ്യുന്നത്. വീഡിയോയ്ക്ക് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ സ്ക്വയർ അല്ലെങ്കിൽ വർഗം എന്നതാണ്. ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സംഖ്യയുടെ അല്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ വർഗം എന്താണെന്നും ഒരു രണ്ടക്ക സംഖ്യയുടെ വർഗം വളരെ പെട്ടെന്ന് ഈസിയായി എങ്ങനെ ചെയ്യാം എന്നതും ഇന്നത്തെ ക്ലാസിന്റെ വിഷയങ്ങളാണ്. നമുക്ക് ആദ്യം ഒരു സംഖ്യയുടെ വർഗം എന്താണെന്ന് പരിശോധിക്കാം. ഒരു സംഖ്യയുടെ വർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സംഖ്യയെ 2 പ്രാവശ്യം ഗുണിക്കുക എന്നതാണ്. ഉദാഹരണമായി 1ന്റെ വർഗം 1നെ 1 കൊണ്ട് തന്നെ ഗുണിക്കുക. 1 × 1 = 1 സ്ക്വയർ = 1. അതായത് സ്ക്വയർ ഓഫ് 1 = 1 × 1 = 1 സ്ക്വയർ = 1. ഇതേ രീതിയിൽ 2ന്റെ വർഗം സ്ക്വയർ ഓഫ് 2 = 2 × 2 = 2 സ്ക്വയർ = 4. ഇതേ രീതിയിൽ നമുക്ക് 10 വരെ വർഗങ്ങൾ പെട്ടെന്ന് എഴുതാൻ കഴിയും. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ വർഗമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 സ്ക്വയർ = 1, 2 സ്ക്വയർ = 4, എക്സെട്ര. 8 സ്ക്വയർ = 64, 9 സ്ക്വയർ = 81, 10 സ്ക്വയർ = 100. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ നമ്പേഴ്സിന്റെ വർഗം നമുക്ക് വളരെ പെട്ടെന്ന് കാണാൻ കഴിയും. എന്നാൽ 11 മുതൽ 99 വരെയുള്ള സംഖ്യകളുടെ നമ്പേഴ്സിന്റെ വർഗം നമുക്കത് എഴുതി ചെയ്യേണ്ടി വരും. ഉദാഹരണമായി 18 × 18 = ഇത് സാധാരണ രീതിയിൽ കാണുന്നതിന് 18നെ 2 പ്രാവശ്യം ഗുണിക്കുക. 8, 14, 1, 324. അപ്പോൾ 18 × 18 ഗുണന രീതിയിൽ 324 എന്ന് കിട്ടും. നമുക്കിത് PSC എക്സാമിനുള്ള ടൈം ലാഭിക്കുന്നതിന് വേണ്ടി ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. അത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി നാം a+b² എന്ന ഐഡന്റിറ്റി യൂസ് ചെയ്യുന്നു. അതായത് a+b² എന്ന സർവ്വസമവാക്യം ഇവിടെ ഉപയോഗിക്കുന്നു. a+b² = a² + 2ab + b². ഈ ഐഡിയ ഉപയോഗിച്ചാണ് നമ്മൾ ഏത് രണ്ടക്ക സംഖ്യകളുടെയും വർഗം കാണുന്നത്. ഇവിടെ വർഗം കാണുമ്പോൾ നാം ഈ അഡീഷൻ ഒഴിവാക്കുന്നു. ഉദാഹരണമായി 11ന്റെ വർഗം കണ്ടു നോക്കാം. അത് സ്ക്വയർ ഓഫ് 11 സ്ക്വയർ. 11 ഫസ്റ്റ് a², നെക്സ്റ്റ് 2ab, ലാസ്റ്റ് b². ഇവിടെ ഫസ്റ്റ് 1 a എന്നും സെക്കൻഡ് 1 b എന്നും തിരഞ്ഞെടുക്കുക. ആദ്യം a², അതായത് 1 സ്ക്വയർ, 2 × a × b, 2 × a 1 × b 1, then last b², 1 square. 1 square = 1, then 2 × 1 × 1, 2, then 1 square 1, then this one first, then second 2, then third 1, that is 121.
ദാറ്റ് ഈസ് സ്ക്വയർ ഓഫ് 11. 11ന്റെ വർഗം 121 എന്ന് കിട്ടുന്നു. അടുത്തതായി 13ന്റെ വർഗം കണ്ടു നോക്കാം. 13 സ്ക്വയർ, സ്ക്വയർ ഓഫ് 13. 13 a 1 b 3. Then a square 2ab b square. First 1 square 2 into 1 into b 3, b square 3 square. 1 square 1, 2 into 1 into 3 6, 3 square 9, that is 9 6 1 169. Therefore square of 13 13ന്റെ വർഗം സമം 169 എന്ന് കിട്ടുന്നു. അടുത്തതായി 14ന്റെ വർഗം നോക്കാം. 14 സ്ക്വയർ, സ്ക്വയർ ഓഫ് 14. a 1 b 4, a square 2ab b square. 1 square 2 into 1 into 4, 4 square. 1 square 1, 2 into 1 into 4 8, 4 square 16. ഇവിടെ രണ്ടക്ക സംഖ്യയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, അതായത് യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ് താഴെ ഇറക്കി എഴുതുക. 10th പ്ലേസ് 10ന്റെ സ്ഥാനത്തെ അക്കം ഈ 8ലേക്ക് ആഡ് ചെയ്യണം. 8 plus 1, it is equal to 9. Then write 9 here. Then this one, that is 196. Square of 14, that is 14ന്റെ വർഗ സമം 196 എന്ന് കിട്ടുന്നു. നമുക്ക് 24ന്റെ വർഗം കണ്ടു നോക്കാം. a b 2 square 2 into 2 into 4, 4 square. 2 square 4, 2 into 2 4, 4 4s are 16, 4 square 16. Then first write this unit place digit 6, add this one to 16, that is 17, 7. Here remainder 1, this 1 add to 4, 1 plus 4 5. അതായത് 24ന്റെ വർഗം 576 എന്ന് കിട്ടുന്നു. ഇതേ രീതിയിൽ 57ab, ഫസ്റ്റ് a സ്ക്വയർ 5 സ്ക്വയർ 2 into a into b square. 5 square 25, 2 into 5 10, 10 7 70, 7 square 49. First write this 9, then add 4. 70 plus 4 74. ഈ 4 താഴെ ഇറക്കി എഴുതുക. ദെൻ ഈ 7 25നോട് ആഡ് ചെയ്യണം. 25 plus 7 32. അതായത് 57ന്റെ വർഗം 3249. സ്ക്വയർ ഓഫ് 57 ഈക്വൽ ടു 3249. കൺക്ലൂഷനായി 87 99 ഈ രണ്ട് സംഖ്യകളുടെ സ്ക്വയർ കണ്ടു നോക്കാം. 87 a equal to 8, b equal to 7, then a square 8 square 2 into 8 into 7, b square 7 square. 8 square 88 64, 2 8 16, 7 square 49. First 9, then 4 112നോട് ആഡ് ചെയ്യുക. 112 plus 4 116. Write this 6 here. Then remaining 11 64നോട് ആഡ് ചെയ്യണം. Plus 11, that is 75. ഈ 75 താഴെ ഇറക്കി എഴുതുക. അതായത് 87ന്റെ വർഗം 7569. സ്ക്വയർ ഓഫ് 87 ഈസ് 7569. ഇതേ രീതിയിൽ സ്ക്വയർ ഓഫ് 99, 9 സ്ക്വയർ 2 into 9 into 9, 9 സ്ക്വയർ. 9 സ്ക്വയർ
81, 29, then 9 square, 81. First this one, then 8 added to 162, that is 170. Write 0, then remaining 17 added to 81, 98. 98 ഇവിടെ ചേർത്തെടുക്കുക. അതായത് സ്ക്വയർ ഓഫ് 99 ഈസ് 9801. ഈ മെത്തേഡ് നിങ്ങൾക്ക് വളരെ ടഫായിട്ട് ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷേ ഇത് സ്റ്റെപ്സ് അധികമില്ല. നമ്മൾ എത്രയും എഴുതി പഠിക്കുന്നോ അത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതേ രീതിയിലുള്ള പ്രോബ്ലംസ് സ്വയം ചെയ്ത് പരിശീലിക്കുക. താങ്ക് യു.